നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദശാവതാരങ്ങളെ അവതാരത്തിലുപരിയായി ചിന്തിച്ചാൽ വളരെ മനോഹരമായി നമുക്ക് നമ്മുടെ തന്നെ ഭാവമാക്കാനാകും. മനുഷ്യൻ്റെ എവല്യൂഷനായി തന്നെ നമുക്ക് അവതാരങ്ങളെ മാറ്റാനാകും. മത്സ്യം മുതൽ കൽക്കി വരെയുള്ള അവതാരങ്ങളെ മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്നത് വളരെ രസകരവും അവതാര തത്വം മനസ്സിലാക്കാനും സാധിക്കും. മത്സ്യം ആണ് ആദ്യത്തെ അവതാരം. മത്സ്യം തൊട്ടുകൂടുക എന്ന വാചകം നാം ഓർക്കാറുമുണ്ട്. എന്തുകൊണ്ടാണ് മത്സ്യാവതാരം തന്നെ ആദ്യം? സംസാര സാഗരത്തിൽ ഉഴറുന്ന നമ്മെ തന്നെ മത്സ്യമായി കണ്ടാൽ മതിയാകും. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും ശുദ്ധതത്വത്തെ മനസ്സിലാക്കുവാൻ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പ്രാണനെ സ്വാധീനിക്കുക. ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉയരുവാനുള്ള ആഗ്രഹം വരുമ്പോൾ ആദ്യം വേണ്ടത് പ്രാണനെ അടയ്ക്കുക എന്നതാണ്. യോഗ ദർശനത്തെ ആധാരമാക്കി നോക്കുകയാണെങ്കിൽ ഇടപിംഗള നാഡികളെയാണ് മത്സ്യം കാണിക്കുന്നത്. കാരണം ശാസ്ത്രഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇവയെ ഗംഗയും യമുനയുമായിട്ടാണ് പറയുന്നത്. അതിലെ മത്സ്യങ്ങളായിട്ടാണ് ഈ രണ്ട് നാഡിയെ തുലനം ചെയ്യുന്നത്. ഇവിടെയും കുണ്ടലിനി ശക്തിയെ ഉയർത്തുന്നതിനുള്ള ആദ്യപടിയായി നാഡീശുദ്ധി ചെയ്യുക എന്നർത്ഥം.